ഹായ്, മൈസെൽഫ് നീനു ജോൺ. ഞാനൊരു CA ഫൈനൽ സ്റ്റുഡൻ്റ് ആണ്. CA കോഴ്സിനെ പറ്റി പറയുമ്പം ഇത് 3 ലെവൽസ് ആയിട്ടാണുള്ളത്. ഫൗണ്ടേഷൻ ലെവൽ, ഇന്റർമീഡിയറ്റ് ലെവൽ ആൻഡ് ഫൈനൽ ലെവൽ. ഫൗണ്ടേഷൻ ലെവലിൽ 4 സബ്ജക്റ്റ് ആണുള്ളത്. അതുപോലെ തന്നെ CA ഇന്റർമീഡിയറ്റ് ലെവൽ ആൻഡ് ഫൈനൽ ലെവലിൽ 6 സബ്ജക്റ്റ് വെച്ചിട്ടാണ് ഉള്ളത്. ഇനി അടുത്തത് ആർക്കൊക്കെ CAയിലേക്ക് ജോയിൻ ചെയ്യാന്നുള്ളതാണ്. നമുക്ക് 2 രീതിയിൽ CAയിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഒന്ന് +2 കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാം. +2 കഴിഞ്ഞ് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ത്രൂ ആണ് ജോയിൻ ചെയ്യേണ്ടത്. അതിനുവേണ്ടി എലിജിബിലിറ്റി ക്രൈറ്റീരിയ അല്ലെങ്കിൽ മാർക്ക് ക്രൈറ്റീരിയ എന്നുള്ളത് നമ്മൾ +2ൽ കൊമേഴ്സ് ഫീൽഡാണ് എടുത്തിട്ടുള്ളതെങ്കിൽ 55% മാർക്കും, അതുപോലെ തന്നെ നോൺ കൊമേഴ്സ് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ 60% മാർക്കും. ഇനിയിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. ഫൗണ്ടേഷൻ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇന്റർമീഡിയറ്റ് ലെവല് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പം വേണ്ട മാർക്ക് ക്രൈറ്റീരിയ അല്ലെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ളത് ഡിഗ്രിക്ക് കൊമേഴ്സ് ഫീൽഡാണ് എടുത്തിട്ടുള്ളതെങ്കിൽ 50% മാർക്കും, ഇനി അതല്ല നോൺ കൊമേഴ്സ് ഫീൽഡാണ് എടുത്തിട്ടുള്ളതെങ്കിൽ 55% മാർക്കുമാണ് വേണ്ടത്. ഇനി അടുത്തത് വരുന്നത് ഇതിൻ്റെ ഫീസ് സ്ട്രക്ചറാണ്. ഫീസ് സ്ട്രക്ചർ വരുമ്പോൾ 2 ആയിട്ടാണുള്ളത്. ഒന്ന് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അടയ്ക്കേണ്ട ഫീസും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ട്യൂഷൻ ഫീസും ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അടയ്ക്കേണ്ട ഫീസ് എത്രയാണെന്ന് നോക്കാം. ഫൗണ്ടേഷൻ ലെവലിൽ വരുന്നത് 10,700 ആണ്. ഈ 10,700 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് രജിസ്ട്രേഷൻ ഫീസും ഉണ്ട്, അതുപോലെ തന്നെ എക്സാം രജിസ്ട്രേഷൻ ഫീസും ഉണ്ട്. ഇനി അടുത്തത് ഇന്റർമീഡിയറ്റ് ലെവലിലെ ഫീസ് സ്ട്രക്ചറാണ്. ഇന്റർമീഡിയറ്റ് ലെവലിൽ നമ്മൾ ഫൗണ്ടേഷൻ ത്രൂ ഇന്റർമീഡിയറ്റിലേക്ക് വരുവാണെങ്കിൽ 27,000ഉം, ഇനി അതല്ല ഡയറക്റ്റ് വരുവാണെങ്കിൽ 36,400 ആണ്. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് കോഴ്സ് രജിസ്ട്രേഷൻ ഫീസാണ്, രണ്ടാമത്തേത് ഫസ്റ്റ് എക്സാം രജിസ്ട്രേഷൻ ഫീസ്, അത് കഴിഞ്ഞ് മൂന്നാമത്തേത് നമുക്ക് ITT ആൻഡ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞൊരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്, അതിന്റെ ഫീസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു എമൗണ്ട് വരുന്നത്. അതുപോലെ തന്നെ ഫൈനൽ ലെവലിൽ വരുന്നത് 39,800 ആണ്. ഇത് കോഴ്സ് രജിസ്ട്രേഷൻ ഫീസ്, എക്സാം ഫീസ്, അതേപോലെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാം ഫീസ്, ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു എമൗണ്ട് വരുന്നത്. അടുത്തത് ട്യൂഷൻ ഫീസാണ്. ഇതൊരു മാൻഡേറ്ററി ഫീസ് അല്ല, ഇതൊരു ഓപ്ഷണൽ ആണ്. അതായത് നമുക്ക് വേണമെങ്കിൽ സെൽഫായിട്ട് ബുക്ക് വെച്ചിരുന്ന് പഠിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കാം. അപ്പം ഇത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുസരിച്ചിട്ട് ഫീസ് വേരി ചെയ്യും. എങ്കിലും ഇപ്പം ഏകദേശം മാർക്കറ്റിലുള്ള ഒരു ഫീസാണ് ഞാൻ പറയുന്നത്. ഫൗണ്ടേഷൻ ലെവലിൽ വരുന്നത് 30,000 to 60,000 ആണ്. അതേപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ലെവലിൽ വരുന്നത് 40,000 to 70,000. സെയിം തന്നെയാണ് ഫൈനലിലും വരുന്നത് 40,000 to 70,000. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുമ്പോൾ ആണ് ഇങ്ങനെ. ഇത് വേരി ചെയ്യും, ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുസരിച്ചിട്ട് വേരി ചെയ്യും. ഇനി അതല്ല നമുക്ക് യൂട്യൂബിൽ നോക്കിയൊക്കെ പഠിക്കാം. ഒത്തിരി ക്ലാസ്സുകൾ ഇപ്പോൾ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്, ഫ്രീ ക്ലാസ്സുകൾ. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഫീസൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഫൗണ്ടേഷൻ എപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് ഒരു ബേസ് ഒന്നും ഉണ്ടാവത്തില്ല, നമുക്ക് എന്താ എങ്ങനെയാ ഒന്നും അറിയത്തുണ്ടാവില്ല. അതുകൊണ്ട് ഫൗണ്ടേഷൻ എപ്പോഴും നല്ലത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അത്യാവശ്യം നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കി പോയി പഠിക്കുന്നതാണ്. ഇനി അടുത്തത് ആർട്ടിക്കൽഷിപ്പാണ്. ഇതൊരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. നമ്മളൊരു പാസ്സായ പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് 2 ഇയർ ആണ് ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ വരുന്നത് ഇന്റർമീഡിയറ്റ് എക്സാം പാസ്സായി കഴിഞ്ഞാലാണ് ഇതിന് നമ്മൾ എലിജിബിൾ ആവുക. അത് കഴിഞ്ഞിട്ട് 2 ഇയർ ഈ പ്രോഗ്രാം ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനൽ എക്സാം എഴുതാൻ പറ്റുന്നതാണ്. എല്ലാവരുടെയും ഒരു മെയിൻ കൺസേൺ ആണ് CA ടഫ് ആണോ എന്നുള്ളത്. ആസ് എ CA ഫൈനൽ സ്റ്റുഡൻറ്റ് ഞാൻ പറയുകയാണ്, CA അത്ര ടഫ് ഒന്നുമല്ല, ഒരു ആവറേജ് കോഴ്സ് തന്നെയാണ്. പക്ഷെ നല്ല രീതിയിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, നമ്മുടെ എഫേർട്ട് ഇവിടെ 100% കൊടുക്കണം, എങ്കിലും മാത്രമേ നമ്മൾ ഓരോ ലെവലും നമുക്ക് ക്ലിയർ ആയിട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ CA കഴിഞ്ഞിട്ട് എന്തെന്നുള്ളതാണ്. CA കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എംപ്ലോയ്മെന്റ് ചെയ്യാം, ഇനി അതല്ല നമുക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം, അതല്ല ടീച്ചിങ് ചെയ്യാം. ഇങ്ങനെ ഒത്തിരി ഓപ്ഷൻ ഉണ്ട് CA കഴിഞ്ഞു കഴിഞ്ഞാൽ. ഒരു CAയുടെ പാക്കേജ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രഷർക്ക് 80,000 മുതലാണ് കറണ്ട് മാർക്കറ്റ് സിനാരിയോ അനുസരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പിന്നെ അറ്റംപ്റ്റ് അനുസരിച്ചിട്ട്, അതേപോലെ റാങ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അനുസരിച്ചിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കും.
അപ്പം നിങ്ങൾക്ക് സി എനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. താങ്ക്